വാട്സ്ആപ്പ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്രൗസർ എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ്. മിത്താക്ക എന്നാണ് ബ്രൗസർ എക്സ്റ്റൻഷന്റെ പേര്. ഗൂഗിൾ ക്രോമിലും അതോടൊപ്പം തന്നെ മൊസില്ല ഫയർഫോക്സിലും ഈ പർട്ടിക്കുലർ വെബ് എക്സ്റ്റൻഷൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ യൂസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ഒക്കെ തന്നെ നിരവധി മലീഷ്യസ് ലിങ്ക്സ് അല്ലെന്നുണ്ടെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള ടെക്സ്റ്റ്, അതായത് നമ്മുടെ സെക്യൂരിറ്റിയെ ഒക്കെ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള നിരവധി കമ്പോണൻസ് കാണും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് മാത്രം അതിൽ ക്ലിക്ക് ചെയ്ത് വിസിറ്റ് ചെയ്താൽ മതിയാകും. അത് ഈ മിത്താക്ക എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രൗസർ എക്സ്റ്റൻഷൻ കൊണ്ട് സാധ്യമാകും. അതായത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും മിത്താക്ക യൂസ് ചെയ്തിട്ട് നിരവധി ഡേറ്റാബേസുകളിലും നിരവധി ടൂൾസിലും നമുക്ക് ഇത് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് വൈറസ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ഒക്കെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നിരവധി വൈറസ് ഡിറ്റക്റ്റിംഗ് ടൂൾസിൻ്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി നമുക്ക് മലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസറിൽ പോവുക, അതിനുശേഷം മിത്താക്ക എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മിത്താക്ക എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ലിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ നേരെ വെബ് സ്റ്റോറിലേക്ക് പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സോഴ്സ് കോഡ് കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വർക്കിംഗ് ഒക്കെ തന്നെ അറിയാൻ സാധിക്കും ഗിറ്റ് ഹബ് വഴി. അപ്പോൾ ഇവിടെ മൊസില്ല ആഡ് ഓൺ ഉണ്ട്, അതോടൊപ്പം തന്നെ ക്രോം എക്സ്റ്റൻഷനും ഉണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിൻറ്റ് ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ട് നിരവധി ടൂൾസ് ഉണ്ട്. ഫോൺ ഇൻഫോഗ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പറിലെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ തന്നെ നിരവധി വെബ്സൈറ്റുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിരവധി ടൂൾസ് ഓസിൻറ്റ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് IOCs, അതായത് ഇൻഡിക്കേറ്റർ ഓഫ് കോംപ്രമൈസസ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യും, BTC ബിറ്റ്കോയിൻ അഡ്രസ് സപ്പോർട്ട് ചെയ്യും, ASN നമ്പർ സപ്പോർട്ട് ചെയ്യും, CVE നമ്പർ, ഡൊമൈൻ നെയിം, ഇമെയിൽ അഡ്രസ്, ഇതീരിയം അഡ്രസ്, അതോടൊപ്പം തന്നെ ഗൂഗിൾ ആഡ്സെൻസ് പബ്ലിഷർ ID. അതായത് ഗൂഗിൾ ആഡ്സെൻസ് വഴി നമ്മൾ ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് പബ്ലിഷർ ID സെർച്ച് ചെയ്യാൻ സാധിക്കും, അനാലിറ്റിക്സ് ട്രാക്കർ ID ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹാഷ്, അതായത് MD5, SHA1, SHA256, അതായത് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷസ് ഒക്കെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മലീഷ്യസ് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിയെ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുള്ള വസ്തുവാണോ എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നേരെ നമ്മൾ വെബ് സ്റ്റോറിൽ പോവുക, ആഡ് ടു ക്രോം കൊടുക്കുക. അണ്ടർ 1 MB ആണ് ആ പർട്ടിക്കുലർ ഫയലിൻ്റെ സൈസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ്റെ സൈസ്. അപ്പോൾ ആഡ് ആവും. അതിനുശേഷം ഇവിടെ മാനേജ് എക്സ്റ്റൻഷൻ എന്ന ഈ പസിൽ സിമ്പിളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്കിത് പിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ കളർ കാണിക്കുന്നത്. അതിനുശേഷം എക്സ്റ്റൻഷൻ ഈ മാഗ്നിഫയിങ് ഗ്ലാസ് സിമ്പിളോട് കൂടിയിട്ടാണ്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാനേജ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന പേജിലേക്ക് പോവുക. ഇവിടെ അലോ ദിസ് എക്സ്റ്റൻഷൻ ടു റീഡ് ആൻഡ് ചേഞ്ച് ഓൾ യുവർ ഡേറ്റ ഓൺ വെബ്സൈറ്റ്സ് യു വിസിറ്റ്. അവിടെ നമുക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്. എല്ലാ സൈറ്റിലും അലോ ചെയ്ത് കൊടുക്കാം, ഓൺ സ്പെസിഫിക് സൈറ്റ്സ് എന്ന് അലോ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഓൺ ക്ലിക്കിൽ മാത്രമാണ്, അതായത് നമ്മൾ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഈ പർട്ടിക്കുലർ സിമ്പിൾ മാറും. ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് കളറോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ ആക്സസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു ലിങ്ക് ഞാൻ സെർച്ച് ചെയ്ത് കാണിക്കും. ഞാൻ സെലക്ട് ചെയ്തു, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിരവധി ഡേറ്റാ ബേസിൽ ഇപ്പോൾ URL നമുക്ക് വൈറസ് ടോട്ടൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. മലീഷ്യസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സെക്യൂരിറ്റിയെ ഇഷ്യൂ ചെയ്യുന്നതാണോ? അല്ല, കാരണം അങ്ങനെ ഒരു ഐറ്റമേ കണ്ടിട്ടില്ല. അതൊരു യൂട്യൂബ് ലിങ്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫാണ്. അപ്പോൾ അങ്ങനെ നിരവധി സെർച്ച് നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ മിത്താക്ക എന്ന് പറയുന്ന ബ്രൗസർ എക്സ്റ്റൻഷൻ്റെ യൂസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്, നിങ്ങളിതും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുക തന്നെ ചെയ്യുക, കാരണം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു.